ഹലോ കൂട്ടുകാരെ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കീൻവയുടെ ബിരിയാണി ആയിട്ടാണ്. ഉപ്പുമാവിൻ്റെ റെസിപ്പി ഇട്ടപ്പോൾ എല്ലാവരും വിചാരിച്ചു അത് ബിരിയാണിയാണെന്ന്. പിന്നെ പറഞ്ഞു ബിരിയാണി ഉണ്ടാക്കി കാണിക്കാൻ പറഞ്ഞു. ശരി എന്നാൽ പിന്നെ ചിക്കൻ ബിരിയാണി തന്നെ ആയിക്കോട്ടെ എന്ന് കരുതി. അപ്പം നമ്മൾ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ പോവുകയാണ്. അതും കീൻവ വെച്ച്. കീൻവ എങ്ങനെയാണ് കുക്ക് ചെയ്യേണ്ടതെന്നും അതിൻ്റെ ടൈമും എല്ലാം ഞാൻ ആക്യുറേറ്റ് ആയിട്ട് ആ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. വീണ്ടും വലിച്ച് നീട്ടി ഈ വീഡിയോ വലുതാക്കണ്ടെന്ന് കരുതി ഞാൻ പറയാത്തതാണ്. പിന്നെ ഇതിനകത്ത് 1 കപ്പ് കീൻവയ്ക്ക് ഞാൻ 1.5 കപ്പ് വെള്ളം ഒഴിച്ചാണ് ഉപ്പുമാവിന് കുക്ക് ചെയ്തത്. എങ്കിൽ ഇതിന് 1.25 കപ്പ് വെള്ളം മതി. ബാക്കി നമ്മൾ ചിക്കൻ്റെ ഗ്രേവിയിലിട്ടാണ് ദം ചെയ്യുമ്പോൾ കുക്ക് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഞാൻ കുറച്ച് ചിക്കൻ അവിടെ എടുത്ത് 2-3 പീസ് ചിക്കൻ എടുത്ത് മുളക് പൊടി, തൈര്, ഗരം മസാല, വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, ഉപ്പ് ഇത്രയും ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് പൊട്ടറ്റോ, ഇഞ്ചി, വെളുത്തുള്ളി, മല്ലിയില, ഒരു 2 സവാള ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ കുറച്ച് മല്ലിയിലയൊക്കെ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ക്ലീൻ ചെയ്യാനായിട്ട്. പിന്നെ നമ്മുടെ ബിരിയാണിക്ക് ആവശ്യമുള്ള നോർമൽ നട്ട്സ് എന്തൊക്കെയാണോ കയ്യിലുള്ളത് നട്ട്സ്, പിന്നെ ഉള്ളി മൂപ്പിച്ചത്, അങ്ങനത്തെ ബിരിയാണിക്ക് വേണ്ട സാധനങ്ങൾ, പിന്നെ എന്ത് വെജിറ്റബിൾ ഉണ്ടോ അതൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഞാനിത് കുറച്ച് ടൊമാറ്റോയുടെ അകത്തുള്ള പൾപ്പ് എടുത്തിട്ട് മിക്സിയിൽ അരച്ച് വെച്ചു. ഒരു ചെറിയ ടൊമാറ്റോ. അത് കഴിഞ്ഞിട്ട് കാരണം 2-3 പീസ് ചിക്കനല്ലേ ഉള്ളൂ. എന്നിട്ട് ഉള്ളി വറുത്ത എണ്ണയിൽ തന്നെ നമ്മൾ കുറച്ച് മസാലാസ്, അതായത് ഏലക്ക, ബിരിയാണി ഇല, പിന്നെ മറ്റേ സ്റ്റാർ ഉണ്ടല്ലോ മസാലയിൽ കിടക്കുന്ന അത്, ഏലക്ക എല്ലാം കൂടി ഇട്ട്, പട്ട എല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്ത് ഒന്ന് മൂത്ത മണം വന്നപ്പോഴത്തേക്കും സവാള ആഡ് ചെയ്തു. സവാള ഒന്ന് വരുന്ന സമയത്ത് സവാള ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് ഒരുപാട് അങ്ങ് ബ്രൗൺ കളറൊന്നും ആവേണ്ട സവാള. അത് കഴിഞ്ഞിട്ട് നമുക്ക് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കണം. നോർമൽ നമ്മൾ ചിക്കൻ കറി വെക്കുന്ന അതേപോലെ തന്നെ. പിന്നെ ഇതിനകത്ത് കുറച്ച് നമ്മൾ മല്ലിയിലയൊക്കെ കൂടുതലിടണം. പിന്നെ പുതിന ഇല ഇഷ്ടമുള്ളവർക്ക് പുതിന ഇല ഇടാം. ഇവിടെ അധികം പുതിന ഇല വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇടാത്തത്. പുതിന ഇല ഇട്ടാൽ ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ. എന്നും പറഞ്ഞാൽ ഒത്തിരി നമ്മൾ പുതിന ഇല ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഒരു കുത്തായിരിക്കും. പുതിന ഇലയേക്കാളും കൂടുതൽ മല്ലിയിലയാണ് നമ്മൾ ഇടാനുള്ളത്. പിന്നെ ഈ ബിരിയാണിയിൽ മല്ലിപ്പൊടി നമ്മൾ ചേർക്കുന്നില്ല, അതിന് പകരം മല്ലിയിലയാണ് ചേർക്കുന്നത്. പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചെറുതായിട്ട് അരിഞ്ഞ് തന്നെ ഇടാൻ ശ്രമിക്കണം. കാരണം ഇത് കീൻവയുടെ ഇതായതുകൊണ്ട് നമ്മൾ അരിഞ്ഞിടുമ്പോഴാണ് അതിന് ടേസ്റ്റ് കൂടുന്നത്. പിന്നെ പൊട്ടറ്റോസ് കുറച്ച് ഇടണം. അത് കയ്യിലുണ്ടെങ്കിൽ ഇട്ടാൽ മതി, ഇടുമ്പോൾ നല്ല ടേസ്റ്റാണ്. പൊട്ടറ്റോസ് ആഡ് ചെയ്യണം. ഇതിൽ ആഡ് ചെയ്യാനുള്ളൊരു മസാലാസാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. 2 ടേബിൾ സ്പൂണോളം കാശ്മീരി മുളകും എരിവുള്ള മുളകും കൂടെ ചേർന്ന മുളക് പൊടി എടുത്തു. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, കാരണം ചിക്കനിൽ ഞാൻ മുളകും എല്ലാം നേരത്തെ തന്നെ ആഡ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചായിരുന്നു. അതുകൊണ്ട് കുറച്ച് എല്ലാം പൊടികളും കുറച്ച് മതി. കാരണം ഇത് 1 കപ്പ് കീൻവയും ഒരു 4-5 കഷ്ണം ഇടത്തരം ചിക്കന് അത്രേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചുള്ള മസാല മതി. പിന്നെ ഗരം മസാല എടുത്തു. അപ്പോൾ ഇതൊന്ന് ഈ പൊട്ടറ്റോയും ഈ സവാളയൊക്കെ ഒന്ന് വാടി വന്നതിന് ശേഷം നമ്മൾ എല്ലാത്തിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം ഈ മസാലാസ് അതിനകത്ത് ആഡ് ചെയ്ത് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ മല്ലിയില ഇട്ടതിന് ശേഷം നമ്മൾ ഇതിനകത്തോട്ട് ടൊമാറ്റോയുടെ പേസ്റ്റ് നമ്മൾ നേരത്തെ ആഡ് ചെയ്ത് വെച്ചല്ലോ, അപ്പോൾ ആ ടൊമാറ്റോയുടെ പേസ്റ്റും കൂടി ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് പച്ചമണം മാറിയതിന് ശേഷം ടൊമാറ്റോയുടെ പേസ്റ്റിൻ്റെ എല്ലാത്തിനും നമ്മൾ ഇട്ടതിൻ്റെ എല്ലാ പച്ചമണം മാറിയതിന് ശേഷം നമ്മൾ ഈ ചിക്കൻ എടുത്തു വെച്ച ചിക്കനും കൂടെ ആഡ് ചെയ്തിട്ട് വെള്ളമൊന്നും ഒഴിക്കേണ്ട. ഈ ചിക്കൻ്റെ വെള്ളത്തിൽ തന്നെ കുക്ക് ചെയ്ത് വരും 1 വിസിൽ. അപ്പം നമ്മൾ കുക്കർ അടച്ച് 1 വിസിലിന് വെയിറ്റ് ചെയ്യുക. തീ ലോ ഫ്ലെയിമിൽ വെക്കണം, ഇല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ച് ക്ഷമയോടെ കാത്തിരിക്കണം. 1 വിസിലിന് ശേഷം നന്നായിട്ട് എനിക്കിവിടെ
നല്ല കുറുകിയ നല്ല സത്യം പറഞ്ഞാൽ ചിക്കൻ റോസ്റ്റ് പോലെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ശരി, നമുക്ക് ഇനിയൊരു ദം ചെയ്യാനുള്ള ഒരു പാത്രം എടുത്ത് വെക്കാം. ആ പാത്രത്തിലോട്ട് നമ്മൾ ആ റോസ്റ്റ് ചെയ്ത ചിക്കനും ഇട്ടിട്ട് 1/4 കപ്പ് വെള്ളം ഒഴിക്കണം കേട്ടോ. വെള്ളത്തിൻ്റെ കാര്യം നന്നായിട്ട് ശ്രദ്ധിക്കണേ. എന്നാൽ മാത്രമേ നമുക്ക് നല്ല അടിപൊളി ബിരിയാണി ആയിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ അത് ഈ വെള്ളത്തിൽ കിടന്നൊന്ന് കുക്കായതിന് ശേഷം നമ്മൾ ഈ ചിക്കൻ നമ്മൾ എത്ര പീസുണ്ടെന്ന് നമുക്കറിയാമല്ലോ, അതെല്ലാം നമ്മൾ എടുത്ത് മാറ്റണം. ഇല്ലെങ്കിൽ ഇത് വെന്ത് കുഴഞ്ഞു പോവും ചിക്കൻ. അതുകൊണ്ടാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ കീൻവ അതിനകത്തിട്ട് ഒന്ന് കുക്ക് ചെയ്യണം. കാരണം ഒരു 1/4 കപ്പ് വെള്ളത്തിൻ്റെ വേവ് നമ്മൾ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതിന് ശേഷം അത് കുക്കായതിന് ശേഷം നമുക്കിനി ദം തന്നെ ചെയ്യാം. ചിക്കൻ പീസൊക്കെ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ അടച്ച് വെക്കണം. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ദം ചെയ്യാനായിട്ട് ദോശക്കല്ല് വെച്ചിട്ട്, നമ്മൾ യൂസ് ചെയ്യാത്തൊരു ദോശക്കല്ല് വെച്ചിട്ട് ആദ്യം ഹൈ ഫ്ലെയിമിൽ വെക്കണം, ദോശക്കല്ല് നല്ല ചൂടാവാൻ വേണ്ടി. അപ്പം നമുക്ക് മേളിൽ സ്റ്റീം വരുന്ന കാണാമല്ലോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ പാത്രം അതിൻ്റെ മണ്ടയ്ക്കകത്ത് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ദം ചെയ്തെടുത്താൽ മതി. ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി റെഡിയാവും. 1 ടീസ്പൂൺ നെയ്യ് ഒഴിക്കാൻ മറക്കരുത് കേട്ടോ. ഭയങ്കര ടേസ്റ്റ് ആ നെയ്യും കൂടെ ഒഴിച്ച് കഴിയുമ്പോൾ. എന്നിട്ട് അടച്ച് വെച്ച് ദം ചെയ്തിട്ട് പിന്നെ നമ്മൾ വെച്ചിരുന്ന ഉള്ളിയും നട്ട്സും ടൊമാറ്റോസും ക്യാപ്സിക്കവും എന്തൊക്കെയാണോ ഉള്ളത് അതെല്ലാം കൂടി ഇട്ട് അടച്ച് വെച്ച് ദം ചെയ്യണം. പിന്നും നമ്മൾ പപ്പടവും പിന്നെ ഇത് മസ്റ്റാണ് കേട്ടോ, നമ്മുടെ സലാഡെന്ന് പറയുന്ന തൈര്, അത് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ അതിൻ്റെ കൂടെ. പിന്നെ ഇതൊന്നും ഇല്ലെങ്കിലും നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ പപ്പടവും ഡേറ്റ്സ് പിക്കിളും ഒക്കെ വെച്ചിട്ട്, ഡേറ്റ്സ് ലെമൺ പിക്കിളും ഒക്കെ വെച്ചിട്ട് കഴിക്കാം. നല്ല ടേസ്റ്റാണ്. എപ്പോഴും നമ്മൾ അരി വെച്ചുണ്ടാക്കുമ്പം അത് കഴിച്ച് ബോറടിക്കുമ്പം നമുക്ക് ഇങ്ങനെയുള്ള വെറൈറ്റി